കൊച്ചിയിലെ മഞ്ഞക്കടലിനെ സാക്ഷി നിർത്തി മനോഹരമായൊരു വിജയം, ത്രസിപ്പിക്കുന്ന ഒരു വിജയം, രാജകീയമായ ഒരു വിജയം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു തിരിച്ചുവരവ്, ഗംഭീരമായ ഒരു തിരിച്ചുവരവായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലേറ്റ പരാജയത്തിന്റെ എല്ലാ ക്ഷീണവും മറക്കുന്ന രീതിയിലുള്ള ഒരു കംബാക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് കൊമ്പന്മാർ വിജയകാഹളം മുഴക്കിയിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാളിനെ 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റും അവസാനത്തെ 20 മിനിറ്റും ഇത് ശരിക്കും ഒരു തീയായിരുന്നു. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന 20 മിനിറ്റുകളിൽ കാഴ്ചവെച്ചത്. പിന്നെ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ച് ടീമിനൊരു തിരിച്ചുവരവ് നടത്താൻ, അതായത് ഗംഭീരമായ ഒരു കംബാക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 താരങ്ങളുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോഹാ സദോ എന്ന് പറയുന്ന മൊറോക്കൻ താരത്തിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ്. അദ്ദേഹത്തെ സൈൻ ചെയ്യുമ്പോൾ തന്നെ, ഗോവയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലൂന ഇല്ലാത്തൊരു അവസരത്തിൽ ഒരു എക്സ്ട്രാ റോളൊക്കെ പലപ്പോഴും അദ്ദേഹം ചെയ്യും. ഒരു പ്ലേ മേക്കറുടെ റോൾ പോലും അദ്ദേഹം എക്സ്ട്രാ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗോൾ നേടിയത്. ലെഫ്റ്റ് വിങ്ങിലൂടെ ഒറ്റയ്ക്ക് മുന്നേറി തകർപ്പിനൊരു നീക്കത്തിനൊടുവിൽ മുഹമ്മദ് റാക്കിബിനെ, ഈസ്റ്റ് ബംഗാൾ ഡിഫൻഡർ മുഹമ്മദ് റാക്കിബിനെ 2 തവണ വെട്ടിച്ചതിന് ശേഷമാണ് നോഹാ സദോയ് ആ ഗോൾ നേടുന്നത്. നമ്മുടെ പഴയ ഗോൾ കീപ്പറായ ഗില്ലിന്റെ കാലിനിടയിലൂടെ പന്ത് വലയിൽ പതിക്കുകയായിരുന്നു. പിന്നീട് പെപ്ര നേടിയ ഒരു ഗോൾ, അദ്ദേഹമാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇന്ന് കളിച്ചത്. പെപ്ര വന്നു. അതിനുശേഷം 88-ാം മിനിറ്റിൽ പെപ്ര നേടിയ ഒരു ഗോളും വളരെ മികച്ചൊരു ഗോളായിരുന്നു. നല്ലൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ എക്സാമ്പിൾ ആയിരുന്നു. അപ്പോൾ ഈ 2 താരങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. പിന്നെ കോച്ചിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. കാരണം അസറും ഐമനും പിന്നെ പെപ്രയും വന്നതിന് ശേഷമാണ് കളിയുടെ ഗതിയാകെ മാറിയത്. സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രത്യേകിച്ച് ആ ഒരു ഗോൾ വന്നതിന് ശേഷം 4 മിനിറ്റുകൾക്കകം തന്നെ തിരിച്ചടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. പിന്നീട് തുടരെ അറ്റാക്കുകൾ നടന്നത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഐമറും അസറും കൂടെ ചേർന്ന്, സഹോദരന്മാരാണ് ഇവർ, 2 പേരും കൂടെ ചേർന്നുള്ള, അതായത് അസറിന്റെ ഒരു പാസിൽ നിന്ന് ഐമന് ഗോൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ അവസാനം 2ാമത്തെ ഗോൾ പെപ്ര നേടിയപ്പോൾ അതിന് അസിസ്റ്റ് ചെയ്തത് ഐമൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ടീമിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്താണെന്ന്, അതായത് യൂണിറ്റി എന്താണെന്നുള്ളത് ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ കോച്ചാണ് അദ്ദേഹം, മിക്കൽ സ്റ്റാറെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സമയം കൊടുക്കേണ്ടതുണ്ട്. ടീം ആണെങ്കിൽ ആ ഒരു തന്ത്രവുമായി ഒന്ന് സെറ്റ് ആവുന്നതിന്റെ ഒരു ടൈമുണ്ട്, അത് നമ്മൾ കൊടുക്കണം. കാരണം അമിതമായി വിമർശിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ആ രീതിയിൽ തന്നെ ടീം തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് എവേ മത്സരങ്ങളാണ് ഇനി ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. അപ്പം 3 എവേ മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിലുള്ളത്. അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഹോം മത്സരത്തിനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഒരു വിജയം നേടേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്, അതായത് ഒരു വിന്നിംഗ് മൊമെന്റം കീപ്പ് ചെയ്യേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമായിരുന്നു. എന്തായാലും അത് നേടിയിരിക്കുകയാണ്. ഫുൾ മാർക്ക് നമുക്ക് കൊടുക്കണം. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം പാസസ് പ്രശ്നമുണ്ടായിരുന്നു, മിസ് പാസസ് ഉണ്ടായി. അതുകൂടാതെ തന്നെ പലപ്പോഴും ഡിഫൻസിൽ എറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫസ്റ്റ് ഗോൾ വന്നത് തന്നെ സന്ദീപ് സിംഗിന്റെ ഒരു എററിൽ നിന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് പന്ത് തട്ടിയെടുത്താണ് പിന്നെ അത് ഗോളിലേക്ക് കലാശിച്ചത്. ദിനിയുടെ ഒരു അസിസ്റ്റിൽ നിന്നാണ് മലയാളി താരമായ PV വിഷ്ണു ആ ഗോൾ നേടിയത്. പക്ഷെ അതിനുശേഷം തന്നെ 4 മിനിറ്റുകൾക്കകം നമുക്ക് തിരിച്ചടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ലൂണയുടെ അഭാവത്തിൽ നോഹാ സദോ ആ ഒരു എക്സ്ട്രാ റോൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതും കൂടെ ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ഒരു പ്രോബ്ലം ഇപ്പോഴും ഫൈനൽ തേർഡിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ 2 നല്ല ചാൻസസ് ആണ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. ഒന്ന് ജീസസ് ജിമിനസിന്റെ ആ ഒരു ചാൻസ് ആയിരുന്നു, അത് പോസ്റ്റിൽ തട്ടി ഗോളാകാതെ പോവുകയാണ് ഉണ്ടായത്. അത് ഗോളാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പിന്നെ രാഹുലിനൊരു നല്ലൊരു ഗംഭീരമായ ചാൻസ് ലഭിച്ചിരുന്നു. സന്ദീപ് സിംഗിന്റെ ഒരു ക്രോസിൽ നിന്ന് രാഹുലിന് ഗോൾ നേടാനുള്ള ഒരു അവസരമായിരുന്നു. ഗോളി, അതായത് ഈസ്റ്റ് ബംഗാളിന്റെ ഗോളി ഔട്ട് ഓഫ് പൊസിഷനിലായിരുന്നു ഗില്ല്. പക്ഷേ രാഹുലിന് അത് ഗോൾ നേടാൻ സാധിച്ചില്ല. ആ ക്രോസ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും KP രാഹുലിൽ നിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് വിങ്ങിൽ കൂടെയുള്ള രാഹുലിന്റെ ആ ഒരു റണ്ണൊക്കെ പലപ്പോഴും ഒരു എയിംലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ക്ലിനിക്കൽ ആവേണ്ട ആവശ്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മൊത്തത്തിൽ. പിന്നെ ഇപ്പൊ നോഹാ സദയുടെ ഒരു ഗോൾ ആണെങ്കിൽ പോലും അദ്ദേഹം എക്സ്ട്രാ ആ ഒരു ഡ്യൂട്ടി എടുത്തിരിക്കുകയാണ്. പലപ്പോഴും അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ കൂടെ ഓടിക്കയറി വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് ചെയ്യാറ്, ക്രോസ് ഒക്കെ കൊടുക്കുമ്പോൾ. പക്ഷെ ഇത്തവണ അദ്ദേഹം തന്നെ നേരിട്ട് ആ ഒരു ജോബ്, അതായത് ഗോൾ നേടേണ്ടത് എൻ്റെ കൂടെ ആവശ്യകതയാണ്. കാരണം ഞാനൊന്ന് ഗോൾ നേടിയാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു എഫേർട്ട് എടുക്കണം എന്നുള്ളൊരു ഫീലിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു സോളോ റൺ നടത്തി ഗോൾ കണ്ടെത്തിയത്. എന്തായാലും നോഹാ സദോയും ലൂനയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ ഡെഡ്ലി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡിഫൻസിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഇനിയും വരാനുണ്ട്. പിന്നെ പ്രീതം കോട്ടാലിന്റെ പെർഫോമൻസ് നമുക്ക് പ്രത്യേകം പരാമർശിക്കണം. വളരെ മികച്ച രീതിയിൽ എന്താണോ തൻ്റെ ഡ്യൂട്ടി, തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി, അത് കൃത്യമായിട്ട് ചെയ്തു. പിന്നെ മിലോസ് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 1-2 നല്ല ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഗോളാവുന്ന ഒരു അവസരം അദ്ദേഹം കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്തു. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ മിലോസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. മിലോസ് ടോട്ടലി നോക്കുമ്പം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു.
ചില പ്രശ്നങ്ങളും മറ്റ് മിഡിലുണ്ടായിരുന്നു. ഇന്ന് വിപിന് ചില ശരീരക്ഷമതാ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒരു സ്വതസിദ്ധമായ കളിയിലേക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ ഡാനിഷ് ഫാറൂഖ് ആണെങ്കിലും കുറച്ച് നിരാശപ്പെടുത്തി. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായുള്ള ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരു ഹാർഡ് വർക്കറാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ബോൾ കൺട്രോൾ കുറച്ച് മോശമാണ്. കാരണം ബോൾ കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹം പിന്നിലാണ്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഒരു പ്രത്യേക പ്രശ്നം, അല്ല ഒരു പ്രധാന പ്രശ്നം അത് തന്നെയാണ്, ബോൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും മിസ് പാസസുകൾ സംഭവിക്കുന്നു. പിന്നെ കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ പലപ്പോഴും വരുന്നില്ല. കാരണം താരങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ സംഭവിക്കുന്നില്ല. പക്ഷേ ടീം സെറ്റായി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എവേ മത്സരങ്ങളൊക്കെ കളിക്കുമ്പോൾ പുതിയ ചാലഞ്ചാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മത്സരം വരുന്നത് ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റിനെതിരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരമുണ്ട്. പിന്നെ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കൊൽക്കത്തയിലാണ് മത്സരം. അപ്പം ഈ ഒരു മത്സരങ്ങൾ വരുമ്പോൾ ടീം കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൂണ കൂടെ വരികയാണെങ്കിൽ ഈ ടീമിന്റെ ആ ഒരു കോർഡിനേഷൻ ലൂണ ഏറ്റെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ, അതായത് ഇപ്പോൾ നോഹ സദോയ്ക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. അതുകൂടാതെ ജീസസ് ജിംനസിനെ പോലുള്ള താരങ്ങൾ, പെപ്പറയ്ക്ക്, ഇവർക്കെല്ലാം ഇവരുടെ റോൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. പിന്നെ പ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആ പ്രസ്സിംഗ് കണ്ടു, പ്രത്യേകിച്ച് അവസാന 20 മിനിറ്റുകൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരുന്നു. പിന്നെ നോഹ സദോയ്ക്ക് ആ ഗോൾ നേടിയതിന് ശേഷം, അതായത് രണ്ടാമത്തെ ഗോൾ നേടിയതിനു ശേഷം 1-2 നല്ല അവസരങ്ങൾ ലഭിച്ചു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ അത് നോക്കണ്ട, കാരണം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചു. ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ വിജയമാണ് പ്രധാനം. 3 വിലയേറിയ പോയിന്റ് നേടാൻ സാധിച്ചു, അതും ഹോം ടർഫിൽ. ആരാധകരെ സംബന്ധിച്ച് ആ തിരുവോണ ദിനത്തിലെ ആ തോൽവി അവർക്ക് മറക്കാൻ സാധിച്ചിരിക്കുകയാണ്. കാരണം അത് മറക്കാൻ പറ്റിയൊരു മനോഹരമായ ഒരു വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ കോച്ച് മിക്കായൽ സ്റ്റാറൈന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് റോളായി വരുന്നു എന്നുള്ള സൂചന തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഒരു കളിയെക്കുറിച്ച് ഉള്ള ഒരു വിലയിരുത്തൽ നിങ്ങളുടെ എന്താണ്? കമന്റായി രേഖപ്പെടുത്തുക.